മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ DGP അടിയന്തര നടപടിയെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്തു തോന്നുന്നു? സന്തോഷം തോന്നുന്നു, സമാധാനം തോന്നുന്നു. ഇത് ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഈ 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ സ്ഥലം അരൂർ SHO ആണ് അദ്ദേഹം. എങ്ങനെയുള്ള നടപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാവുന്ന എന്താണോ നിങ്ങൾ ചെയ്യും. 1 വർഷത്തെ ഒരു നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഇത്തരത്തിലെ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. എത്രമാത്രം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു? ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കയറാത്ത പടികളില്ല. എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുപാട് നാളത്തെ ഒരു പ്രയത്നത്തിൻ്റെ പുറത്താണ്. ഒരുപാട് കോടതികളും വക്കീൽ ഓഫീസൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമുക്കിത് കിട്ടിയത്. അത് പ്രഗ്നന്റ് കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ശാരീരിക വൈകാരിക അവസ്ഥ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൂടി അതായിരുന്നു നടപടി. അതെ അതെ, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ക്രൂരമായ വർത്തനം തന്നെയായിരുന്നു. ശേഷം പോലീസ് കുറ്റം ചാർത്തുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് ഇത്രത്തോളം അത് ഈ CCTV ദൃശ്യം ഇല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. ഇതാണെങ്കിലും സന്തോഷം അല്ലേ? ആരും തെളിയിക്കാൻ പറ്റില്ലല്ലോ, ദൈവത്തിൻ്റെ ഒരു കൈയൊക്കുന്ന പോലെ ഉണ്ടാവില്ല. സത്യം പറഞ്ഞ സാധാരണക്കാരനൊരു എനർജി, അതായത് ഒരു തീർച്ചയായിട്ടും കിട്ടണം. സ്വാഭാവികമായിട്ടും ആ ഒരു നീതിക്ക് വേണ്ടി സാധാരണക്കാരൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവുന്നുള്ളൊരു ഉറപ്പായിട്ടും നമ്മളത് പോരാടിക്കൊണ്ടിരിക്കണം. ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു. അജി, എന്താണെങ്കിലും ഇത്തരത്തിൽ അവർ വളരെ സന്തോഷത്തിലാണ്. അതായത് ഏതൊരു സാധാരണക്കാരന് ഇത്തരത്തിൽ നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ അല്പം വൈകിയാണെങ്കിലും നീതി അകലെയല്ല എന്നുള്ള കാര്യം തെളിയിക്കുകയാണ് ഈ ദമ്പതികളുടെ നിയമ പോരാട്ടം എന്നുള്ളതാണ്. കാരണം അന്ന് ഷൈമി ഗർഭിണിയായിരുന്നു. അന്ന് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് അറിഞ്ഞാണ് അവർ കുഞ്ഞുങ്ങളുമായി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. സ്വാഭാവികമായി ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടതോടുകൂടി ഇവർ ഇടപെട്ട് മഫ്റ്റിയിലുമായിരുന്നു. അന്ന് വനിതാ പോലീസും ഈ പറയുന്ന CA അടക്കമുള്ള ആളുകൾക്ക് മഫ്റ്റിയിലായിരുന്നു. സ്വാഭാവികമായും അവിടെ തർക്കമുണ്ടാകുന്നു. ആരാണ് പോലീസ്, ആരാണ് സാധാരണക്കാരെന്ന് തിരിയാത്ത രീതിയിലായിരുന്നു അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. തർക്കമുണ്ടാകുന്നു. അതിന് അവിടെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഷൈനിയുടെ കർണത്തടിക്കുന്നു. ഇതൊക്കെ വളരെ വ്യക്തമാണ് ആ CCTV ദൃശ്യങ്ങളിൽ. പക്ഷേ പോലീസ് അന്ന് പറഞ്ഞിരുന്നത് ഇവർ കൈക്കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. SHOയ്ക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി. ഏത് തലത്തിലുള്ള നടപടിയായിരിക്കും SHOയ്ക്കെതിരെ എടുക്കുക എന്നുള്ളതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്.